രാത്രി 2 മണിക്കൂർ സമയം നിങ്ങൾക്ക് ഉറങ്ങാതിരിക്കാൻ പറ്റുമെങ്കിലേ 2181 ചതുരശ്ര കിലോമീറ്റർ വരുന്ന കൊടും കാട്ടിൽ രാത്രി 9 മണി കഴിഞ്ഞാൽ വാഹനങ്ങളും ഒരാൾ പോലും കയറാത്ത കാട്ടിലൂടെ മൃഗങ്ങളുടെ തൊട്ടടുത്തുകൂടെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ വിട്ടാലോ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പെരിന്തൽമണ്ണ KSRTC ബസ് സ്റ്റാൻഡിലാണ്. ഇപ്പം സമയം 11 മണിയായി. കോട്ടയത്ത് നിന്നും ബാംഗ്ലൂരിലേക്ക് പോകുന്ന ബസ് 11:40 ആവുന്ന സമയത്താണ് പെരിന്തൽമണ്ണ എത്തുക. ഈ ബസ് ബാംഗ്ലൂരിൽ നിന്നും കോട്ടയത്തേക്ക് പോകുന്ന ബസ്സാണ്. ഇത് കോട്ടയത്തേക്ക് പോകുന്ന സമയത്ത് കോട്ടയത്ത് നിന്നും ബാംഗ്ലൂരിലേക്കൊരു ബസ് വരുന്നുണ്ട്. ആ ഒരു ബസ്സിന് കാത്താണ് നമ്മളിപ്പം നിൽക്കുന്നത്. എന്തായാലും 1:15 സമയത്ത് നമുക്ക് പോകാനുള്ള സ്വിഫ്റ്റ് ഗരുഡ AC ബസ് ഇതാ വന്നിട്ടുണ്ട്. ഈ ഒരു ബസ്സിനകത്താണ് നമ്മൾ മൈസൂരിലേക്ക് പോകുന്നത്. ഇത് ബാംഗ്ലൂരിലേക്ക് പോകുന്ന ബസ്സാണ്. നമ്മൾ മൈസൂർ വരെ മാത്രമാണ് പോകുന്നത്. ഈ ഒരു ബസ്സിനകത്ത് തന്നെ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് പോയിട്ടുണ്ട്. ആ ഒരു വീഡിയോയെ 1 മില്യണിൽ കൂടുതൽ ആളുകൾ ഇപ്പം കണ്ടിട്ടുണ്ട്. മഴക്കാലത്തെ യാത്രയായതുകൊണ്ട് തന്നെ ഗ്ലാസ്സിൽ മൊത്തമായിട്ട് വെള്ളമായിരിക്കും. ചില സമയത്ത് മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. കുറച്ചു ദൂരം മുൻപോട്ട് വരുമ്പോഴേക്കും നമ്മൾ നിലമ്പൂർ KSRTC ബസ് സ്റ്റാൻഡിലേക്കാണിതാ കയറുന്നത്. പിന്നെ ഇവിടെയാണ് കേട്ടോ ഞാനിരിക്കുന്നത്. ഡ്രൈവറോടൊക്കെ സംസാരിച്ച് കാഴ്ചകൾ നമ്മുടെ തൊട്ട് മുൻപിൽ കണ്ടുകൊണ്ടേ ഇവിടെ ഇരുന്ന് യാത്ര ചെയ്യാൻ എന്തായാലും പ്രത്യേക ഒരു വൈബ് തന്നെയാണ്. ഇപ്പം സമയം 2:30 ആയിട്ടോ. ഈ ഒരു സമയത്താണ് നമ്മൾ നിലമ്പൂരിൽ നിന്നും പോകുന്നത്. ഇത് ബിബിനേട്ടൻ അതേപോലെ അജീഷേട്ടനുണ്ട്. അവരെ കൂടെയാണ് ഇന്ന് നമ്മൾ പോകുന്നത്. വഴിക്കടവ് കഴിഞ്ഞ് നമ്മളിപ്പം നാടുകാണി ചുരം കയറാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ചുരത്തിലും ചില സമയങ്ങളിലെ രാത്രിയിലൊക്കെ ആനകളെ കാണാൻ പറ്റാറുണ്ട്. നമ്മൾ പോകുന്ന ഈ ഒരു ബസ്സിൻ്റെ റൂട്ട് ഞാനൊന്ന് പറഞ്ഞു തരാം. കോട്ടയം, പെരുമ്പാവൂർ, അങ്കമാലി, ചാലക്കുടി, തൃശ്ശൂർ, പെരിന്തൽമണ്ണ, നിലമ്പൂർ, മൈസൂർ, ബാംഗ്ലൂർ. ഇതെന്താണ് ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിനു മുൻപ് നമ്മൾ വീഡിയോ ചെയ്ത സമയത്തും ഒരുപാട് ആളുകൾ ഇതിൻ്റെ റൂട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു ബസ് നമുക്ക് ഓൺലൈനായിട്ട് മാത്രമേ ബുക്ക് ചെയ്യാൻ പറ്റൂ. പെരിന്തൽമണ്ണയിൽ നിന്നും മൈസൂരിലേക്ക് നമുക്ക് 512 രൂപയാണ് ബസ് ടിക്കറ്റ് വന്നിട്ടുള്ളത്. ചുരം കയറി കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും നമ്മൾ തമിഴ്നാട്ടിലേക്ക് ഇതാ കയറുകയാണ്. ഇവിടുന്ന് നാടുകാണി വരെ റോഡിൻ്റെ കാര്യം പറ്റിയ അബദ്ധമാണ്. ഈ ഒരു സമയത്ത് വാഹനങ്ങൾ വളരെ കുറവാണ്. ഇതേപോലത്തെ ലോറികൾ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഇതേപോലെ ലോഡുമായി ചുരം കയറിപ്പോകുന്ന ലോറിയുടെ പിന്നിൽ പോയിട്ടേ ചില ആളുകളൊക്കെ ഓണടിക്കുകയും തെറി വിളിക്കുന്നതൊക്കെ നമ്മളിങ്ങനെ കാണാറുണ്ട്. താമരശ്ശേരി ചുരത്തിൻ്റെ കാര്യം പറയാം. താമരശ്ശേരി ചുരത്തിൻ്റെ താഴെ ഭാഗമാണ് അടിവാരം. അടിവാരത്തു നിന്നും ഇതേപോലെ ലോഡുമായിട്ട് പോകുന്ന ഒരു ലോറി ഫസ്റ്റ് ഗിയറിലിട്ടാലേ ആ ഒരു ഗിയർ മാറ്റുന്നത് പിന്നെ എപ്പോഴാണെന്ന് നിങ്ങൾക്ക് അറിയോ? 9ാം വളവ് കഴിഞ്ഞ് മുകളിലെത്തുന്ന സമയത്തെ വയനാട്ടിലേക്ക് കയറുന്ന ഒരു കവാടമുണ്ട്. ആ ഒരു കവാടം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇവർ ഫസ്റ്റ് ഗിയറിൽ നിന്നും സെക്കൻഡിലേക്ക് മാറ്റുന്നത്. അടിവാരത്തു നിന്നും മുകളിലേക്ക് ഏകദേശം 5-8 കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ട്. കൊടും വളവുകളും കയറ്റവും ഒക്കെ കഷ്ടപ്പെട്ടിട്ടാണ് മുകളിലേക്ക് കയറി പോകുന്നത്. പിന്നെ താഴെ ഭാഗത്തേക്ക് ഇറങ്ങി വരുവാണെങ്കിലും അതേപോലെ തന്നെ. ഇതേപോലെ ലോറിയിൽ പോകുന്ന ഡ്രൈവർമാരെ നമ്മൾ നമിച്ചേ പറ്റൂ. രാത്രിയിൽ ഉറക്കമില്ലാതെ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഓരോരോ സാധനങ്ങളും നമ്മുടെ നാട്ടിൽ എത്തിക്കുന്നത്. നാടുകാണിയിലെത്തി. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ നമുക്ക് വയനാട്ടിലേക്ക് എത്താൻ പറ്റും. ഈ കാണുന്നത് ഗൂഡല്ലൂരാണ്. നമ്മൾ ഈ ഒരു ഗൂഡല്ലൂർ വന്നിട്ട് മായാറിലേക്കും അതേപോലെ തന്നെ മസനഗുഡിയിലേക്കും പിന്നെ മസനഗുഡി വഴി ഊട്ടിയിലേക്കും ഒക്കെ നമ്മൾ പോയിട്ടുണ്ട്. ആ ഒരു വീഡിയോ എല്ലാം നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. കുറച്ചും കൂടെ മുൻപോട്ട് പോയാൽ മുതുമലൈ ടൈഗർ റിസർവിലേക്കാണ് കടക്കുന്നത്. ആ ഒരു കാടിനുള്ളിലും നമ്മൾ സഫാരി പോയിട്ടുണ്ട്. ലോറിയും മറ്റു വാഹനങ്ങളൊക്കെ ഇതാ നിർത്തിയിട്ടത് കണ്ടോ? ഇവിടുന്ന് കുറച്ച് മുൻപോട്ട് പോയാലാണ് മുതുമലൈ ടൈഗർ റിസർവിൻ്റെ കവാടം. എന്തായാലും ഈ ഒരു വണ്ടിയൊക്കെ മാറ്റിയാൽ മാത്രമേ പോകാൻ പറ്റൂ.
ബസ്സിൻ്റെ മുന്നിലുണ്ടായിരുന്ന വണ്ടി കുറച്ചും കൂടെ മുൻപോട്ട് വെച്ച് കവാടത്തിനടുത്തേക്ക് ഇതാ എത്തിയിട്ടുണ്ട്. ഈ ഒരു കവാടം കടന്നാൽ നമ്മൾ കാടിനുള്ളിലേക്ക് കയറുകയാണ്. ഇതാ ചങ്ങലയിട്ട് പൂട്ടിയത് കണ്ടോ. രാത്രി 9 മണിയാവുന്ന സമയത്ത് ഈ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് അടയ്ക്കും. പക്ഷേ നമ്മുടെ വണ്ടിക്ക് നൈറ്റ് പാസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കാടിനുള്ളിലേക്ക് പോകാൻ പറ്റും. ഈ ഒരു മുതുമലൈ ടൈഗർ റിസർവിൻ്റെ കവാടത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതാ ആന നിൽക്കുന്നത് കണ്ടോ. റോട്ടിൽ കുറച്ച് ദൂരത്താണ് കണ്ടത്, അതുകൊണ്ട് തന്നെ ക്ലിയർ വളരെ കുറവായിരിക്കും. കാടിനുള്ളിലേക്ക് കയറിയ സമയത്ത് തന്നെ ആനയെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഇനി എന്തായാലും ഈ ഒരു വീഡിയോനകത്ത് നിങ്ങൾക്ക് ഒരുപാട് ആനയെ കാണാൻ പറ്റും. പിന്നെ കുറച്ചും കൂടെ മുൻപോട്ടെത്തുന്ന സമയത്ത് നമ്മുടെ ബസ്സിൻ്റെ നേരെ നടന്നു വന്നിട്ടുള്ള ഒരു കൊമ്പനെയും നമുക്ക് കാണാനുണ്ട്. ഇതാ കുറച്ച് മ്ലാവ്. കാടിനുള്ളിലേക്ക് കയറിയപ്പോഴേക്കും ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്ലാസിൻ്റെ മുകളിൽ ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട്. ഈ ഒരു റൂട്ടിൽ ഇതേപോലത്തെ പാലങ്ങളുണ്ട്. ശരിക്കും ഈ ഒരു പാലത്തിൻ്റെ മുകളിലൂടെ യാത്ര ചെയ്യാനേ ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. പിന്നെ രാത്രിയിലാവുന്ന സമയത്ത് കുറച്ചും കൂടെ വൈബ് കൂടും. ലെഫ്റ്റ് സൈഡിൽ ഇതാ ഒരു ആനക്കൂട്ടം. ഇപ്പം 3 എണ്ണത്തിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. രാത്രിയിലായതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന ബസ്സിൻ്റെ വെളിച്ചത്തിൽ കാണുന്ന കാഴ്ചകൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. നമ്മളിപ്പം പോകുന്ന ഈ ഒരു കാട് മുതുമലൈ ടൈഗർ റിസർവും ബന്ദിപ്പൂ ടൈഗർ റിസർവും നാഗർഹോളെ ടൈഗർ റിസർവും പിന്നെ വയനാട് കാടും എല്ലാം കൂടെ ചേർന്ന് കിടക്കുന്നതാണ്. അങ്ങനെ മൊത്തമാണ് 2181 ചതുരശ്ര കിലോമീറ്റർ ഈ ഒരു കാട് ഉള്ളത്. ഈ ഒരു കാടിനുള്ളിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആനകളുള്ളത്. നമ്മൾ പോകുന്ന ഈ ഒരു റൂട്ടിലെ 3 സംസ്ഥാനങ്ങൾ കടന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. കേരളം, തമിഴ്നാട്, കർണാടക. എന്തായാലും കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും ഒരുപാട് മാനുകളെ കണ്ടോ. ഇതേപോലെ വെളിച്ചവും ആൾതാമസവും ഒക്കെ ഉള്ള സ്ഥലങ്ങളിലാണ് ഇവർ കൂടുതലായിട്ട് ഉണ്ടാവാറുള്ളത്. വേറൊന്നും കൊണ്ടുമല്ല, ഉൾക്കാട്ടിലേക്ക് പോയാൽ ചിലപ്പോൾ കടുവയും പുലിയും ഒക്കെ ഇവരെ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാഹുബലിയിലുള്ള കാട്ടുപോത്ത്. ഇത് കാട്ടുപോത്ത് എന്ന് പറയുന്ന സമയത്ത് ചില ആളുകളൊക്കെ ഇത് കാട്ടിയാണെന്നിങ്ങനെ പറയാറുണ്ട്. ശരിക്കും ഇത് കാട്ടി തന്നെയാണ്. പക്ഷേ കാട്ടുപോത്ത് എന്നാണ് നമ്മൾ പറഞ്ഞു പഠിച്ചത്, അതുകൊണ്ട് കാട്ടുപോത്ത് എന്ന് പറയാണ്. അവരെയും കണ്ട് നമ്മളിങ്ങനെ മുൻപോട്ട് തന്നെ പോവാണ്. കാട്ടുപോത്തിനെ കണ്ട് അധികമൊന്നും ദൂരം മുൻപോട്ട് വന്നില്ല. അതിനു മുൻപ് തന്നെ ഇതാ റോഡിൻ്റെ മുകളിലൂടെ നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് തന്നെയാണ് ആശാൻ നടന്നു വരുന്നത്. ഇതേപോലെ മൃഗങ്ങളൊക്കെ മുന്നിൽ വരുവാണെങ്കിൽ ബസ് സൈഡാക്കിയിട്ട് നിർത്തിക്കൊടുക്കും. അവർ പോയതിന് ശേഷം മെല്ലെ മുൻപോട്ട് പോവും. ബസ്സിനെയൊക്കെ ഒന്ന് നോക്കി, ഇത് സ്ഥിരമായിട്ട് പോകുന്ന ബസ്സാണല്ലോ, ഇവർ പോയിക്കോട്ടെ എന്നുള്ള ആ ഒരു മൈൻഡിൽ അങ്ങനെ സൈഡിൽ നിന്നു. എന്തായാലും ഇതേപോലെ തൊട്ടടുത്ത് രാത്രിയിൽ നട്ടപ്പാതിര സമയത്ത് മൃഗങ്ങളെ കാണണമെങ്കിലേ ഇതേപോലെ നൈറ്റ് പാസ് ഉള്ള ബസ്സിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് പറ്റൂ. മുതുമലൈ ടൈഗർ റിസർവിൻ്റെ സഫാരിയും അതേപോലെ തന്നെ ആന പരിശീലന കേന്ദ്രവും ഒക്കെ വരുന്ന തെപ്പക്കാടെത്തി. ഇതാ ഈ ഒരു റൈറ്റിലേക്ക് കാണുന്ന റോഡ് കണ്ടോ, അതിലെ പോയാലാണ് നമുക്ക് മസനഗുഡിയിലേക്ക് എത്താൻ പറ്റുക.
ഇപ്പോഴാരും മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകാറില്ലേ? നിങ്ങളെ ഈ റൂട്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും പോകണട്ടോ. ട്രിപ്പുകൾ പോകുന്ന സമയത്ത് ശനി ഞായർ ദിവസങ്ങൾ ഒഴിവാക്കുകയാണ് നല്ലത്. ബാക്കി ദിവസങ്ങളിൽ പോകുന്ന സമയത്ത് തിരക്ക് വളരെ കുറവായിരിക്കും. അങ്ങനെയാവുന്ന സമയത്തെ ഒരുവിധം എല്ലാ സ്ഥലങ്ങളും നമുക്ക് നല്ല പോലെ ആസ്വദിക്കാൻ പറ്റും. കാടിൻ്റെ ഭംഗി മതിയാവോളം ആസ്വദിച്ചുകൊണ്ടാണ് മുൻപോട്ട് പോകുന്നത്. കുറച്ചു മുൻപ് നമ്മൾ ഈ റൂട്ടിൽ കാടിനുള്ളിലൂടെ തന്നെ ബാംഗ്ലൂരിൽ നിന്നും പാലയ്ക്ക് പോകുന്ന ഒരു ബസ്സിലെ രാത്രിയിൽ പോയിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്കും നമ്മൾ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള കൊമ്പനില്ലേ, ആ ഒരു കൊമ്പനെ നമ്മൾ അന്ന് രാത്രിയിൽ വന്ന സമയത്തും കണ്ടിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്ത് വെച്ചായിരുന്നു നമുക്ക് കാലിന് വയ്യാത്തൊരു ആനയെ കാണാൻ പറ്റിയിട്ടുള്ളത്. രാത്രിയിൽ വേറെ ഒരു വാഹനങ്ങളും ഒരു മനുഷ്യരും ഇല്ലാത്ത കാടിനുള്ളിലൂടെ പോകുന്ന സമയത്തെ ചില ഭാഗങ്ങളിലൊക്കെ എത്തുന്ന സമയത്ത് കാടിനൊരു പ്രത്യേക ഭംഗി നമുക്കിങ്ങനെ തോന്നും. മുതുമലൈ ടൈഗർ റിസർവ് ഇതാ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിനുള്ളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കാടിനുള്ളിൽ നട്ടപ്പാതിര സമയത്തെ ഇറങ്ങിയിട്ട് ഇതേപോലെ പോകണം. അവർ നല്ല ഉറക്കത്തിലായിരിക്കും. അവരെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് ഒപ്പിട്ടിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ള രണ്ടാമത്തെ കാടിനുള്ളിലൂടെയാണ് ഇനി പോകുന്നത്. എന്തായാലും കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും ഒരു പ്രതീക്ഷയില്ലാതെ ഒരാളെ കാണാൻ പറ്റി. ഇതാരാന്നറിയോ? കരടി. ശരിക്കും വളരെ കുറച്ച് സമയം മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വീഡിയോയും ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഒരുപാട് പ്രാവശ്യം ഈ ഒരു കാടിനുള്ളിലൂടെ പോയിട്ടും കരടിയെ കാണാൻ പറ്റിയിട്ടില്ല. എന്തായാലും കുറച്ച് സമയമാണെങ്കിലും ഇപ്പം കാണാൻ പറ്റി. ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്യുന്ന കുറച്ച് കാട്ടുപോത്തുകൾ. ഇവരെല്ലാം കാടിനുള്ളിലേക്കാണ് നിൽക്കുന്നത്. ഈ ഒരു ബസ്സിനകത്ത് നിങ്ങൾ രാത്രിയിൽ വരുവാണെങ്കിൽ ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ നിങ്ങൾക്ക് ഉറങ്ങാതിരിക്കാൻ പറ്റുവാണെങ്കിൽ ഇതേപോലെ മൃഗങ്ങളെ കണ്ടുകൊണ്ട് കാടിൻ്റെ ഭംഗിയും ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഈ ഒരു ബസ്സിനകത്തിൽ ഒരുവിധം എല്ലാ ആളുകളും നല്ല ഉറക്കത്തിലാണ്. വേറെ ഒന്നുമല്ല, ചിലപ്പം സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആളുകളായിരിക്കും. അവരെല്ലാ ദിവസവും ഇതേപോലെ ഉറക്കമൊഴിഞ്ഞ് കാഴ്ചകൾ കാണാനിരുന്നാലേ ചിലപ്പം രാവിലെ ജോലിക്കൊക്കെ പോകേണ്ട ആളുകളായിരിക്കും. നമ്മളെന്തായാലും ഇന്നൊരു ദിവസം ഉറക്കമൊഴിഞ്ഞ് നിങ്ങൾക്ക് കാഴ്ചകൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. എന്തായാലും കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും റൈറ്റ് സൈഡിൽ ഇതാ ആ ഒരു വെളിച്ചത്തിൻ്റെ അവിടെ കണ്ടോ ഒരുപാട് മാനുകൾ. എത്ര എണ്ണം എന്നൊന്നും പറയാൻ പറ്റില്ല, അത്രയ്ക്കും കൂടുതലുണ്ട്. എന്തായാലും ഒരുപാട് മാനുകളെയൊക്കെ കണ്ടുകൊണ്ട് ആനകളെയും റോഡിലൂടെ നമ്മുടെ തൊട്ടടുത്തേക്ക് നടന്നു വന്ന കൊമ്പനെയും പിന്നെ കരടിയെയും കാണാൻ പറ്റി. 5:20 സമയത്താണ് നമ്മൾ കാടിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത്. നേരെ മുൻപിൽ കണ്ടോ വണ്ടികൾ നിർത്തിയിട്ടത്. ഇതേപോലെ രാത്രിയിൽ വരുന്ന ബസ്സിൻ്റെയൊക്കെ അവസ്ഥ ഇതേപോലെ തന്നെയാണ്. ആദ്യം പോകാൻ വേണ്ടിയിട്ട് വണ്ടികൾ മുൻപോട്ട് ഇതേപോലെ നിർത്തിയിടും. അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട്. പുറത്തിറങ്ങി മുൻപിലുള്ള കാറും കാര്യങ്ങളും ഒക്കെ മാറ്റിയിടാൻ പറഞ്ഞു. കുറച്ച് സമയം ബസ്സിനകത്ത് കയറി ഉറങ്ങിയപ്പോഴേക്കും നമ്മൾ മൈസൂരിലെത്തി. 6:40 സമയത്താണ് നമ്മൾ മൈസൂരിൽ എത്തിയത്. ഈ ഒരു ബസ് നേരെ ബാംഗ്ലൂരിലേക്കാണ് പോകുന്നത്. അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.